സീരിയസ്ലി നീ എന്താ അവിവേകാണ് കാണിച്ചേ? ഞാൻ നതാലിയുടെ കാര്യത്തിൽ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട്. ഇഡിയറ്റ്, പിൽസ് കറക്റ്റായി കഴിക്കേ. നമുക്കിനി മുന്നോട്ട് പോകേണ്ടതാ. ഐ എം സോറി കരൺ, ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. കേസി ബാബുവാ, അത്രയ്ക്ക് ഇഷ്ടായോ കമ്പനി? അവന് അവന്റെ പേയുടെ കമ്പനിയാ ഇഷ്ടായ. കേസി ശരിക്കും അത് ജസ്റ്റ് ഒരു ക്രഷ്, അത്രേ ഉള്ളൂ. ഡാഡിയോട് പറയണ്ട. ആവശ്യം വന്ന. ഓ, നിനക്ക് ഡാഡിയോട് മാത്രല്ലേ കൂറുള്ളൂ? അല്ല, നിന്നോടുണ്ട് നത്താനിയൽ. ഞാൻ സാറിനോട് പറയില്ല, പോരെ? താങ്ക്സ് കേസി, ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇറങ്ങാം, ഞാൻ പുറകെ വരാം. ഓക്കെ. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുകയും ചെയ്യരുത്. ഇല്ല, അഥവാ ഞാൻ സംസാരിച്ചാലും അവർക്ക് ഞാൻ കുറയ്ക്കണ്ടായേ തോന്നി. ഇവനെന്താ പട്ടീനെയും കൊണ്ട്? സോ ക്യൂട്ട്. പക്ഷെ ഡോഗ്സ് ഇവിടെ അലൗഡ് അല്ല. ഞാൻ ഡോഗിന്റെ കാര്യമല്ല പറഞ്ഞേ. അത് ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് കേസി. ഗുഡ് മോർണിംഗ്. അതെന്താ ഞാൻ സാർ, അവൻ കേസി? സോറി ജൂഡ്. ഇതെന്താ? എന്റെ ഡോഗാ ഫിഫി. ഇവനെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാക്കി വരാൻ കഴിയില്ല. സോറി അലൻ, ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. അത് എനിക്ക് ഈ കുരുട്ടിനെ പിടിക്കുന്നില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ജൂഡ്, അലൻ വാ. ഇവനെ കൊണ്ട് ഈ കുരുട്ടടക്കാണോ നിനക്ക് ഡൗട്ട്? അതെ. എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഇതങ്ങനല്ല. അതെന്താ അത്ര ഉറപ്പ്? എനിക്കൊരു മണവും വന്നില്ല. ഇന്നില്ല, പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത് എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. ഏയ്, വരുന്നില്ലേ? ആ ഫിഫി, അവിടെ പോയി കളിച്ചോ. നല്ലൊരു മനുഷ്യൻ. ഞാനെന്താ ചെയ്യണ്ടേ? എനിക്ക് തന്നെ ചെയ്യാൻ ഇവിടെ ഒരു ജോലിയില്ല. അപ്പോഴാ നിനക്ക്. അലൻ, നീ അവനൊരു സ്പീച്ച് റെഡിയാക്ക. ആസ് എ ന്യൂ സിഇഒ, അവന്റെ ഫസ്റ്റ് എംപ്ലോയീസ് മീറ്റിംഗിന് വേണ്ടിയുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. പുറകെ പോ. ഓക്കെ. അലന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ജസ്റ്റ് പാരന്റ്സ്. അബ്രോഡ് ആണോ? 28 വയസ്സുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 26. കല്യാണപ്രായമായി. എന്നാ വീട്ടിൽ പറഞ്ഞു നോക്കിക്കൂടെ? ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ ആർക്കാ? എനിക്കോ? അതെ, 2 കൊല്ലം കൂടെ കഴിഞ്ഞ കല്യാണ മാർക്കറ്റിൽ തന്റെ വിലയിടി. യുനോ, 30+ ഉള്ളവരൊക്കെ ആന്റിയോ അങ്കിളോ ആയിട്ട് അസമൂഹം കാണുന്നത്. ഈ സ്പീച്ച് ഒന്ന് നോക്കൂ. ഞാൻ സ്പീച്ച് ഒന്നും പറയാൻ പോണില്ല. അതെങ്ങനെ? യു ഹാവ് ടു. ഞാൻ ഇൻവേർട്ടറാണ്, ഇൻട്രോവേർട്ട്. തന്തവൈബാണല്ലേ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ അലൻ, ആ പേപ്പർ ഏതെങ്കിലും മൂലയ്ക്ക് വെച്ചിട്ട് വരൂ. നമുക്ക് ലുഡോ കളിക്കാം. ഹൗസ് നതാനിയൽ? അലനെ കിട്ടിയപ്പോ അവൻ ഹാപ്പിയാണ്. നമ്മുടെ പ്ലാനിങ് അല്ലെങ്കിലും അലൻ വന്നത് നന്നായി. സത്യം, നമ്മുടെ പണി എളുപ്പമായി. അവർക്കെന്നെ സംശയം തോന്നല്ലേ? നിങ്ങളുടെ ബാക്കി സാധനങ്ങൾ സീഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സീഡൻ? ഇതേതാ നായ? ഇതെങ്ങനെ കത്ത് തന്നു? അയ്യോ, ആ കൊടിമരം എന്നെ കണ്ടു. പുറകെ ഓടാൻ ഒരു പൂമ്പാറ്റ പോലും ഇല്ലല്ലോ ഇവിടെ. പോയി നിന്റെ പെണ്ണുപിള്ളയെ വിളിയടാ. എന്ത് ക്യൂട്ടാലേ. എന്റെ ഭൂഭൂ പരമ്പര ദൈവങ്ങളെ, എന്നെ ക്യൂട്ടസ് വാരി ഉത്തരാൻ സഹായിക്കണേ. ഇതെങ്ങനെ അകത്ത് കയറി? അലന്റെ ഡോഗാണ്. ഡോഗ്സിന് ഇവിടെ അലൗഡ് അല്ലാന്ന് അവനോട് പറഞ്ഞില്ലേ? നതാനിയൽ സമ്മതിച്ചു. പിന്നെ ഞാനെന്ത് പറയാനാ? അവൻ ആ ചെക്കനെ വെറുപ്പിച്ച് പറഞ്ഞു വിടുവോ? ഹേയ്, അവന്റെ ആക്രാന്തം കണ്ടിട്ട് അവൻ ആർത്തരെ പീഡിപ്പിച്ച് വിടുമെന്ന് എന്റെ പിടി. യു അഗൈൻ. ജൂഡ്, മതി, ഭ്രാന്താവുന്നു കളിച്ച് കളിച്ച്. എന്നാ നമുക്ക് പുറത്തു പോവാം. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. ചോദിച്ചോ. ശരിക്കും താൻ തന്നെയാണോ സിഇഒ? നിനക്ക് അങ്ങനെ തോന്നിയല്ലേ? കണ്ടപാടേ തോന്നി. സത്യത്തിന് ഞാൻ തന്നെയാ. പക്ഷെ എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടമല്ല. പക്ഷെ എന്നെ തന്തപ്പിടി എന്നെ വിടില്ല. അതെന്താ? പുള്ളിക്ക് കമ്പനി നേരെ ചൊവ്വേ പോകുന്നത് ഇഷ്ടല്ലേ? ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ പുറത്തു പോക്കോട്ടെ. എന്നാ ഞാനും വരാം. ഞാൻ ഫിഫിയോടെ നോക്കാൻ പോവാ, എന്റെ ഡോഗ്. ഓ, വരുമ്പോ എനിക്കൊരു ചിൽഡ് സ്പ്രൈറ്റ് എടുക്കണേ. ഹാ. ഫിഫി, ഇവിടെ നിന്നെ കണ്ടപ്പോഴേക്കും വാലാട്ട് നോക്ക്. എനിക്കൊരു വലിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവൻ എത്ര വയസ്സുണ്ട്? 2, 2.5. ഇവരെന്താ ലേലം വിളിക്കുന്നു? ജൂഡ് എന്ത് ചെയ്യാ? ഇത്ര നേരം ലുഡോ ആയിരുന്നു ബെസ്റ്റ്. ഇതിലും ഭേദം കേസ് സിഇഒ ആവുന്നതായിരുന്നു. അതെങ്ങനെ പറ്റും? ഞാനവന്റെ ബ്രദറൊന്നും അല്ലല്ലോ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ആ, കുറച്ചു കാലങ്ങളായി. കോളേജിൽ ഒന്നിച്ചായിരുന്നു. ആ, കേസിയുടെ ഫാമിലി? ഞാനേ എന്റെ കിണത്ത് താഴേക്ക് വിളിച്ചിരുന്നു. അതെന്താണെന്ന് പോയി നോക്കട്ടെ. കണ്ടോ, അവൻ പോയാണ്ടോ?
നിനക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താ? സീരിയലിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട്. പെട്ടിയോ? ഓ മരമണ്ടൻ, പെട്ടിയല്ല ഇമ്പോർട്ടന്റ്, അത് എവിടുന്ന് വരുന്നു എന്നുള്ളതാ. യെസ്, സീഡൻ. ആ കൊടിമരം കേസിയോട് പറഞ്ഞു നിങ്ങളുടെ ബാക്കി സാധനങ്ങൾ സീരിയലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ കേസ് സീഡനിലുണ്ടായിരുന്നു? അതെ. ഞാൻ പറഞ്ഞില്ലേ, മൈ ഗോഡ്. ഇനി ഞാൻ നോക്കിക്കോളാം. അവസാനം ഞാൻ വരേണ്ടി വന്നു. ഏയ്, അയ്യോ, എന്താ ഇവിടെ തന്നെ നിക്കാൻ പോവാണോ? ഞാൻ അങ്ങോട്ട് വരാൻ നിക്കുവായിരുന്നു. എന്നാ ചെല്ല്. ഫിഫി വാ. ഫിഫി ബേബി, ഒന്നവിടെ നിന്നേ. ഇനി ഇവൻ എന്താണോ വേണ്ടേ? ആ കേസ് ആരുടെ വല്ല ഇൻഫർമേഷനും കിട്ടിയേനെ. എന്ത് ഇൻഫർമേഷൻ? ഞാൻ പറഞ്ഞത് ഇവനെങ്ങനെ കേട്ടു? ഇനിയുമാ എന്നെ തെരിയല്ലേ? അയ്യോ അയ്യോ, അപ്പൊ നിന്നെയാണോ അവർ അന്വേഷിക്കുന്നേ? നിന്നെയോ? അയ്യോ സോറി സോറി പ്രിൻസ്. അസ്ലം പറഞ്ഞിട്ടാണോ നീ വന്നത്? അതെ, ഞാൻ അവനോട് പറയട്ടെ? വേണ്ട. വേണ്ടെന്നോ? പിന്നെ അവൻ കേസിയാണോ നീ വിചാരിച്ച് നടക്കുവാ? നടക്കട്ടെ. നടക്കട്ടേന്നോ? അപ്പൊ നിനക്ക് അവനെ ഇഷ്ടല്ലേ? നിനക്ക് അവനെ വേണ്ടേ? ഏയ് വേണ്ട. അതിനാണല്ലോ ഞാൻ ഇത്ര വർഷം നാളുകൾ എണ്ണി കാത്തിരുന്നേ. പിന്നെന്താ? ഞാൻ ആരാണെന്നോ, എന്റെ ജന്മം എന്താണെന്നോ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നോ എനിക്കറിയില്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനു വെയിറ്റ് ചെയ്യാ? ബ്ലഡ് ബോൺ എടുക്കാറായില്ലേ? എനിക്ക് ജന്മന കിട്ടിയ ഒരു അത്ഭുത സിദ്ധിയെ പ്രാവർത്തികമാക്കാൻ ഒരാൺതുണ, അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ എന്നോട് യഥാർത്ഥ പ്രണയം ഉണ്ടായിരിക്കണം. അല്ലാതെ അവൻ എന്നെ കണ്ടെത്താൻ കാണിക്കുന്ന ഈ വ്യഗ്രത കേവലം ഞാൻ വഴി അവന് കിട്ടാൻ പോകുന്ന അധികാരത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എനിക്ക് അവനെ വേണ്ട. അയ്യോ, അപ്പോ ഇതൊന്നും അവനോട് പറയണ്ട. പ്രണയമില്ലെങ്കിൽ അവന് വേണ്ടെന്നാണോ? ഒന്നും നിന്നോട് ഞാൻ സംസാരിച്ചത് മുതൽ. അയ്യോ, അപ്പൊ ഞാൻ അവനെ എങ്ങനെ സഹായിക്കും? എന്നെ അസ്ലൻ അതിനല്ലേ പറഞ്ഞു വിട്ടേ? അവന്റെ പ്രണയം സത്യമാണെങ്കിൽ മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ അവൻ എന്നെ കണ്ടെത്തും. അപ്പൊ കേസി ആർത്തർ അവന്റെ പുറകെയാ? എനിക്ക് വേണ്ടി എത്ര എത്ര രാജ്യങ്ങൾ അലഞ്ഞു നടന്നു. എപ്പോഴും അവൻ ഞാൻ ഉള്ളിടത്ത് തന്നെ എത്തിച്ചേരും. അതുകൊണ്ട് കേസി അല്ല, ഏത് ഭൂലോക രംഭ വന്നാലും ആർത്തർ എന്റെ അടുത്ത് തന്നെ എത്തിച്ചേരും. ഫിഫി എവിടെ? ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അവനുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഞാൻ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുക്കാം. എന്നാ ഞാൻ ഒന്ന് കേസിയെ കണ്ടിട്ട് വരാം. കേസിയെ കാണാൻ. നാശത്തിലേക്കാ നിന്റെ പോക്ക്. എന്റെ ബോബു പരമ്പര ദൈവങ്ങളെ. എന്താന്നറിയില്ല, ഉള്ളിലൊരു പേടി. ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കണ്ട. നദാനയിലൊന്നും അറിയാൻ പോകുന്നില്ല. ഒരു ശ്രദ്ധ വേണം, അവനിലും അവന്റെ ചുറ്റുമുള്ളവരിലും. അതെപ്പോഴും ഉണ്ട്. കേസി കൂടെ ഉള്ളത് കൊണ്ട് ആ കാര്യത്തിലും ടെൻഷൻ വേണ്ട. ഹലൻ എന്താ എന്റെ പുറകെ ചുറ്റി നടക്കുന്നത്? ജൂഡ് നല്ല ബോറിംഗ് ആണ്. ഇവിടെ എനിക്ക് ഒരു ജോലിയില്ല. ഞാൻ ആദ്യമായിട്ടാ ഇത്ര ഫ്രീ ആയിട്ട് ഒരു സിഇഒയെ കാണുന്നേ. അതെന്താന്നറിയോ? ഇതവന്റെ പ്രാക്ടീസ് പീരീഡാ. 1 ഇയർ നോക്കി ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവനിത് വിടും. ഓ, അപ്പൊ പകരം അതൊക്കെ അവരുടെ കാര്യല്ലേ. കേസിയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല. അലൻ, അതാ നിനക്കുള്ള വിളി വന്നു. ചെല്ല്. എന്താ പൊസസീവ്നെസ് ആണോ? അല്ല, അവൻ കേസിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അവന് ഡൗട്ട് ഉണ്ടാക്കും. അത് ആർത്തറിന് ആപത്താണ്. ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കോ? എന്താ, നീ എന്റെ പി എ ആണോ അതോ കേസിയുടെ പി എ ആണോ? അതിന് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. ആ വിഷമം ഞാൻ തീർത്തുതരാം. വാ. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? അലൻ, നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒരു ബിസിനസ് ട്രിപ്പ് പോകുന്നു. എങ്ങോട്ട്? ഇന്ദ്രിയ. 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നെക്സ്റ്റ് സാറ്റർഡേക്ക് ബുക്ക് ചെയ്തേക്ക്. 2? അപ്പൊ കേസി? അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. നീ ഞാൻ പറഞ്ഞത് ചെയ്. ഓ, അപ്പൊ സീരിയസ് ആയി സംസാരിക്കാനും അറിയാം. നിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സീരിയസ് ആണ്.
എക്സ്ക്യൂസ് മീ. ജൂഡ്, നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പൊന്നു മോനെ ജൂഡെ, ഇതുവരെ ഈ കമ്പനിക്ക് ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. നീ ആയിട്ട് അത് ഉണ്ടാക്കരുത്. പോടാ പോടാ. ഞാനെന്നാ സ്വർഗത്തിലെ കട്ടറുമ്പാവുന്നില്ല. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളി. ഏയ് അങ്ങനൊന്നുമില്ല. ജൂഡ്, ഡു യു ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ മീ? ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ടാണോ കളിപ്പിക്കുവാണോ? വഴി കൂടി പോകുന്നവർക്കൊക്കെ ക്വാളിഫിക്കേഷൻ പോലും ചോദിക്കാതെ ജോലി കൊടുക്കാൻ സിഫ്ര ഇവിടെ സേവനം നടത്തല്ല അല്ലേ? എനിക്ക് നിന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. വൈ ആർ യു കമ്മിറ്റഡ്? യെസ്. എന്റെ ജനനം മുതൽ ഞാൻ കമ്മിറ്റഡ് ആണ്. സൗണ്ട്സ് ലൈക്ക് വീട്ടുകാർ ഉറപ്പിച്ചതാണോ? ആ, അങ്ങനെയും പറയാം. നിന്റെ ലൈഫല്ലേ, നീയല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് ആ തീരുമാനമാണ് ഇഷ്ടം. അതെന്താ, ആൾ അത്ര സുന്ദരിയാണോ? ആവും. അപ്പൊ നേരി കണ്ടിട്ടില്ല? ഇല്ല. അതെന്താ, ഉടനെ കാണും. കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിലോ? സ്വഭാവം നന്നല്ലെങ്കിലോ? വേറെ റിലേഷനിലാണെങ്കിലോ? ഏയ്, എനിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താ ഉറപ്പ്? ഇക്കാലത്ത് അങ്ങനെ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവന്റെ സ്നേഹവും സത്യമായിരിക്കും. അപ്പൊ ആളെ ബോയ് ആണ്, ഗേ ആണല്ലോ. അത് മതി. വെറുതെ ടൈം കളയണ്ട. പൂത്ത കാശുകൊണ്ട് നിന്റെ അപ്പം പണിയെടുപ്പിച്ച സാമ്രാജ്യത്തില് കെട്ടിൽ അമ്മയോ അപ്പനോ അവൻ ധാരാളം പേര് വേറെയുണ്ട്. എന്നെ വിട്ടേക്ക്. ഇതുവരെ കാണാത്ത ഒരാളെ തന്നെ നീ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? എന്നേക്കാൾ റിച്ച് ആണോ പുള്ളി? നിനക്ക് ഒരു നേട്ടവും ഇല്ലാതെ നീ എന്തിനാ ഈ വാശി കാണിക്കുന്നേ? റിച്ച്? മേ ബി റിച്ച് ഇൻ ലവ്. അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് അവനെ തന്നെ മതി. എന്റെ ഫേറ്റ് അവനാണ്. നിനക്കും വിധിക്കപ്പെട്ട ഒരാളുണ്ടാവും. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. അപ്പൊ കേസി, നീ എന്തിനാ അവന്റെ പുറകെ നടക്കുന്നേ? നിന്റെ പാരന്റ്സ് പറഞ്ഞു വെച്ചത് അവനെയാണോ? ഞാൻ ചുമ്മാ, എനിക്കിവിടെ കംഫർട്ടബിൾ കേസിയാണ്. അപ്പൊ ഞാനോ? ടു ബി ഹോണസ്റ്റ്, യു ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. സോ പ്ലീസ്. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. നിന്നെ കാണാതെ തന്നെ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതാണ്. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇനി ഞാൻ അവനോട് പറഞ്ഞോട്ടെ? അത് വേണ്ട. എന്റെ അടുത്ത് കംഫർട്ടബിൾ അല്ലാന്നല്ലേ പറഞ്ഞേ? കുറച്ചുകൂടെ നടക്കട്ടെ. അങ്ങനെ പറയല്ലേ. അവൻ അവന്റെ 16 വയസ്സ് മുതൽ നിന്നെ അന്വേഷിച്ചു തുടങ്ങിയതാ. എത്ര ഓടിയിട്ടും തളരാത്തത് നിനക്ക് വേണ്ടിയാ. എനിക്കറിയാം ഫിഫി. പക്ഷെ എന്തോ അവനീ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ എനിക്കാണെന്ന് തോന്നുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അതൊക്കെ ഓക്കെ. പക്ഷെ ഒരുപാട് കണ്ട് രസിക്കരുത്. അവൻ കേസിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചാലോ? അറ്റ് എ പോയിന്റ് അവൻ മനസ്സിലാക്കും അവൻ അന്വേഷിക്കുന്ന ആൾ കേസി അല്ലെന്ന്. കേസി ഏത് പാക്കിലാ? അവന്റെ സ്മെല്ല് കാരണ ആർത്തർ അവന്റെ പുറകെ കൂടിയത്. അവനൊരു ഒമേഗയാണ്. അവന്റെ മേറ്റ് ഒരു ആൽഫയായിരുന്നു. പക്ഷെ ആർത്തറിന്റെ പാക്കിനെ അറ്റാക്ക് ചെയ്തപ്പോ കുറെ പേര് മരിച്ചു. കുറെ പേര് 90 വർഷത്തെ ആയുസിന് വേണ്ടി ഹ്യൂമനായി കൺവേർട്ട് ചെയ്തു. അതിലൊരാളാണ് അവന്റെ മീറ്റ്. സ്വന്തം പാക്കിനോട് നീതി പുലർത്താത്ത ഒരാളെ ജീവിതത്തിലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മൊറട്ട് സിംഗിളായി നടക്കുക. അതൊക്കെ ജനിക്കുമ്പോഴേ തലയിലടിച്ച് വെച്ചിരിക്കുവല്ലേ. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അവൻ വെറുപ്പിച്ചോ? ഏയ്, കേസ് ഫ്രീ ആണോ? ഹാ, ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് കേസ് വരുന്നില്ലേ? എങ്ങോട്ട്? ഇന്ദ്രിയ. എന്തിന്? ജൂഡ് പറഞ്ഞു പോകുന്നുണ്ടെന്ന്. അത് ശരി, ഞാൻ ഇപ്പൊ വരാം. ഹാ, ഇങ്ങനെ ചെയ് ഫിഫി, ഇങ്ങനെ. ഇതാ പന്നി. എന്താടാ നീ ഇന്ദ്രിയക്ക് ആരുടെ മേലെ കെട്ടിക്കാൻ പോവാ? ബിസിനസ് ട്രിപ്പ്? ഞങ്ങൾ ആരും അറിയാത്ത ഏത് ബിസിനസ് ട്രിപ്പ്? കുറച്ച് തൊയ്ര്യം താടാ. നിന്റെ വിചാരം എന്താ നട്ടാനിയൽ? നീ സാറിനോട് ചോദിച്ചോ? ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? അങ്ങനെ പറഞ്ഞാ എങ്ങനാ? പിന്നെ എങ്ങനാ? എവിടെ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ കീ കൊടുക്കുന്നിടത്തോട്ട് മാത്രം തിരിയണം. എനിക്ക് മടുത്ത് കേസി. ഡാ, കുറച്ച് ദിവസം പ്ലീസ്. ഞാൻ എന്ത് ചെയ്യാനാടാ? നീ കിണത്തിനോട് പറ,
ഞാനോ? പ്ലീസ് കേസി, പറഞ്ഞു നോക്കാന്ന് മാത്രം. എനിക്ക് ഒരു ഉറപ്പുമില്ല. നീ ഒന്ന് സോപ്പിട്. നീ കേൾക്കേണ്ടത് മൊത്തം എനിക്ക് കിട്ടും. എന്റെ ചക്കരയല്ലേ പ്ലീസ്. മതി എന്നെ സോപ്പിട്ടത്. ചെറുത് സമ്മതിക്കോ? നോക്കാം. അവന് പ്രാന്താന്ന് വെക്കാം. നിനക്ക് എന്തിനാടാ? ഒരു കണക്കിന് അവന്റെ കാര്യം സങ്കടമല്ലേ? എന്നാ നീ പോയി ഈ സങ്കടം ബെഞ്ചമിൻ സാറിനോട് പറ. അയ്യോ, ആ അതാണ്. ഇതും പറഞ്ഞോണ്ട് പോയ സാർ എന്നെ കൊല്ലും. നീ ഒന്ന് സംസാരിക്കേ. എന്തായാലും അടുത്ത ആഴ്ച കഴിഞ്ഞ ബ്ലഡ് മൂണാ. അലൻ ഉള്ളിടത്തോളം അവന്റെ ശ്രദ്ധ തിരിക്കാൻ എളുപ്പാ. നമുക്കും കൂടെ പോവാം. ആർത്തർ വന്നാലോ? അവന്റെ വിർജിനിറ്റി വേറൊരു പേഴ്സൺ ഡിസ്ട്രോയ് ചെയ്താലോ? കേസി, അലൻ ഓൾറെഡി നത്താലിയന് അവനോടൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം തിരിച്ച് അലനും തോന്നിയാലോ? ഏയ്, മണ്ടത്തരം പറയാതെ. ബ്ലഡ് മൂൺ കഴിഞ്ഞാൽ നഥാനിയൽ കംപ്ലീറ്റ്ലി ഒരു വേർവൂൾഫ് ആവും. എ കിങ് വിത്തൗട്ട് പവർ. ബെഞ്ചമിൻ സാറിന്റെ ഒരു പെറ്റ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു വളർത്തുമൃഗം. ബെഞ്ചമിൻ സാറിനെ എല്ലാ പാക്കുകളുടെയും സർവാധിപതിയാക്കാൻ കഴിവുള്ള ഒരു തുറപ്പുചീട്ട്. അങ്ങനെയുള്ളപ്പോ അവനൊരു റിലേഷനിലാവാത്തതാ നല്ലത്. അപ്പൊ ബ്ലഡ് മൂൺ കഴിഞ്ഞാൽ നഥാലിയനൊന്നും കിട്ടില്ലേ? ഇല്ല. ഇക്കാര്യം നിനക്ക് അറിയില്ലായിരുന്നോ? ഇല്ല. അവനെ രക്ഷിക്കാൻ ആർത്തറിന് മാത്രമേ കഴിയൂ. അപ്പൊ അതല്ലേ നല്ലത്? നഥാനിയൽ മാത്രമേ രക്ഷപ്പെടൂ. അപ്പൊ നമ്മള് ശത്രുപക്ഷത്തുള്ളവരോട് ആർത്തർ കരുണ കാണിക്കോ? ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. എത്ര ദിവസം അവിടെ നിൽക്കും? എത്ര വേണമെങ്കിലും. എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ പറ്റില്ല. അതെന്താ? വേറെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ പരിപാടിക്ക് പോകാനാണോ ഞാൻ നിനക്ക് സാലറി തരേണ്ടത്? ആ ദിവസത്തെ സാലറി കട്ടാക്കിക്കോ. നഥാനിയൽ, നീ എന്നു മുതൽ എന്നോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയേ? ജസ്റ്റ് ഒരു വെക്കേഷൻ. നിനക്ക് വേണ്ട വെക്കേഷനൊക്കെ ഞാൻ തരുന്നില്ലേ? ഉണ്ട്. കേസിയുടെ കൂടെ. അവൻ ആരെന്റെ ഭാര്യയോ? എനിക്ക് മടുത്തി ലൈഫ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും. അഹങ്കാരി, ഇനി നീ ഞാൻ പറയുമ്പോഴേ പുറലോകം കാണും. കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാടാ? നിനക്ക് എങ്ങോട്ടേലോടി രക്ഷപ്പെട്ടൂടെ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്താ അങ്ങനെ പറയാൻ? നിന്നെ ഇപ്പോഴും ഒരു ടീനേജറെ പോലെയാ ട്രീറ്റ് ചെയ്യുന്നേ. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ എങ്ങോട്ട് ഓടിയാലും അയാള് കണ്ടുപിടിക്കില്ലേ? എന്താടാ, എനിക്ക് തല്ലു കിട്ടിയത് കൊണ്ടാണോ? അത് ഹേ ഗണത്തിനാ. നീ എന്താ ഇവിടെ? ചുമ്മാ. അല്ല, നീ എങ്ങനെ ഇവിടെ കയറി? അതെ, ആരും കണ്ടില്ലേ? ഇല്ല. എന്തിനാ വന്നേ? ജൂഡ് എങ്ങനെയുണ്ടെന്നറിയാൻ. അതിന് എന്നെ വിളിച്ച് ചോദിച്ചാ പോരെ? നമ്പർ സേവ് ചെയ്തില്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളോട് ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞൂടെ? എന്റെ വീട്ടിലോട്ട് ഇന്നുവരാരും ബാൽക്കണിയിലൂടെ കയറി വന്നിട്ടില്ല. അതിഥി ദേവോഭവ എന്നല്ലേ? അതിഥി ഇരിക്കും. ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അതാ നല്ലേ. നീ പോയി എടുത്തിട്ട് വാ.
എങ്ങനെ കണ്ടുപിടിച്ചു? ഓഫീസിൽ ചോദിച്ചു. എന്നിട്ട് നീ എന്തെന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നയാണോ? ഒരു കള്ളലക്ഷണം. യാ. ആന്ന്. നീ സീരിയസ് ആയിട്ട് പറയുവാണോ? ആന്ന്. വേഗം എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് വാ. എങ്ങോട്ട്? കൊല്ലാൻ കൊണ്ടുപോകുന്നല്ല. വാ വാ പൊളിച്ച് നിക്കാതെ പാക്ക് ചെയ്യണം. എത്ര ദിവസത്തേക്കാ? നിന്റെ ഇഷ്ടം. ഓക്കെ. വാ. നിന്നെ ഞാൻ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവല്ല. ഞാൻ ബൈക്കിലാ വന്നത്. ഇതുകൊണ്ട് എങ്ങനെ പോവാനാ? ശരി, തൽക്കാലം ഒരു ബാഗിൽ കൊള്ളുന്നതെടുക്ക്. ബാക്കി പോകുന്ന വഴിക്ക് മേടിക്കാം. അതൊക്കെ. ഇതെന്തിനാ? നതാലിയന് ഇത് മതിയെന്ന്. അവൻ ദേഷ്യത്തിലായിരിക്കല്ലേ? പാവം. ഞാൻ അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. ഞാൻ എന്നാ പോട്ടെ. ഹലോ ഗായ്സ്.